സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രി ചെയർമാനായാണ് സമിതി രൂപീകരിക്കാൻ പോകുന്നത്. ദീപക് ധർമ്മടം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, ഇത് എന്ത് തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഉന്നതാധികാര സമിതി എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ്? മുഖ്യമന്ത്രി ആയിരിക്കുമോ അതിന്റെ അധ്യക്ഷ പദവിയിൽ ഉണ്ടാവുക? മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഔദ്യോഗികമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന നിർണായകമായ ചില വിവരങ്ങൾ ക്യാബിനറ്റ് അജണ്ടയിൽ ഇല്ലാതെ ഔട്ട് ഓഫ് അജണ്ടയായി ഈ സംസ്ഥാനത്ത് രൂക്ഷമാകുന്ന ഈ വന്യജീവി ആക്രമണം ചർച്ച ചെയ്തു. ഏറ്റവും ഒടുവിലത്തെ ഔട്ട് ഓഫ് അജണ്ടയായി എടുത്തു. വിശദമായ ചർച്ച നടത്തി. കാരണം ഒന്ന്, കർഷകരുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള സുരക്ഷിതത്വ ബോധ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നിരവധി ആക്രമണങ്ങൾ, വന്യജീവി ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതെല്ലാം പഠിച്ചുകൊണ്ട് അപ്പോൾ അടിയന്തര തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി അതിൻ്റെ അധ്യക്ഷനാകും, വനം മന്ത്രി അതിൽ ഉപാധ്യക്ഷനാകും. വൈസ് ചെയർമാനായുള്ള ഒരു ഉന്നതാധികാര സമിതി, ചീഫ് സെക്രട്ടറിയും വനം പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കാളികളാകുന്ന ഒരു സമിതിയായിരിക്കും എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി ആയിരിക്കും ചെയർമാൻ എന്നുള്ള സൂചന ലഭിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ യോഗത്തിൽ ഈ ക്യാബിനറ്റിൽ ഇന്ന് വനമന്ത്രി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചികിത്സയിൽ അവധിയിലാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനം ഉൾപ്പെടുത്തിയായിരിക്കും 2:30 മണിക്ക് വനം ഉദ്യോഗസ്ഥരുടെ ഉന്നതതല ഓൺലൈൻ യോഗം നടക്കുന്നത്. വനമന്ത്രിയാണ് ആ യോഗം വിളിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ അതിരൂക്ഷമായ വന്യജീവി ആക്രമണം ഇന്ന് മന്ത്രിസഭാ യോഗം ഔട്ട് ഓഫ് അജണ്ടയായി ചർച്ച ചെയ്തു. ചർച്ചയിൽ നിർണായകമായ തീരുമാനം ഒരു ഉന്നതാധികാര സമിതി, അതായത് നേരത്തെ റെമിഞ്ചിയോ സിഞ്ചനാനിയിൽ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ ചില നിലപാടുകൾ എടുക്കുന്നുണ്ട് വനം വകുപ്പും പോലീസുമെല്ലാം. അത്തരത്തിലുള്ളത് ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമത്തിലെ ഭേദഗതി എന്നുള്ള വലിയ തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കേരളത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളതുൾപ്പെടെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്, തീരുമാനിക്കാൻ വേണ്ടിയാണ് ഒരു ഉന്നതാധികാര സമിതിക്ക് ക്യാബിനറ്റ് ധാരണയായിരിക്കുന്നത്. ഔട്ട് ഓഫ് അജണ്ടയായാണ് വന്യജീവി ആക്രമണം ഇന്ന് ക്യാബിനറ്റ് ചർച്ച ചെയ്തത്. ഗോപികൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ വേണ്ടി മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. ആ തീരുമാനത്തിന്റെ വിശദാംശങ്ങളായിരുന്നു ദീപക് പങ്കുവച്ചത്. ഇത് ഔട്ട് ഓഫ് അജണ്ടയായി എടുത്താണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ചെയർമാനായിട്ടാണ് സമിതി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ ഇനി പിന്നാലെ വരും. അതിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ ദീപക് ധർമ്മടത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു.